ഒരു പ്ലെയിൻ ടോപ്പാണ് നമ്മളിന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സാറ് നമ്മളൊരു പ്ലെയിൻ ടോപ്പാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. വേണ്ടുന്ന ഇറക്കത്തോടുകൂടി 2 ഇഞ്ച് കൂടി കൂട്ടുക. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് തുണിയാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് തുണി കട്ട് ചെയ്തതിന് ശേഷമാണ് മെയിൻ പീസിലോട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിന് ബാക്കും ഫ്രണ്ടും കൂടി ചേർത്ത് ആദ്യം 2ആയിട്ട് മടക്കിയതിന് ശേഷം സെൻറ്റർ ആദ്യം ബാക്കിൽ ഫ്രണ്ടും കൂടി ചേർത്ത് 2ആയി മടക്കിയതിന് ശേഷം ഇത് നമുക്ക് ലെങ്ത് വരും, ഇത് വണ്ണം വരും. ഇതൊക്കെ 4 പീസായിട്ടാണ് നമുക്ക് വരുന്നത്. ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്ത് കേട്ടോ. 2 4. ഓക്കെ, ഫ്രണ്ടിൽ 2 സൈഡ് വരും, ബാക്കിൽ 2 സൈഡ്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിനേക്കാളും 2 ഇഞ്ച് കുറയ്ക്കണം. എനിക്ക് 44 ഇഞ്ച് ഇറക്കാണ് വേണ്ടത്. അപ്പോൾ 42 ഇഞ്ച് എടുക്കാവൂ. ലൈനിങ്ങിൽ 2 ഇഞ്ച് കുറയ്ക്കണം. ഓക്കെ, 42 എടുത്ത് എന്നിട്ട് ഇനി നമ്മൾ ഇവിടുന്ന് വേണം ഷോൾഡർ എടുക്കാൻ. എപ്പോഴും നമ്മൾ ടോപ്പൊക്കെ വെട്ടുമ്പോൾ ഈ കട്ട് ചെയ്യാത്ത ഭാഗം മുകളിൽ നിൽക്കണം, ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിൽക്കണം. കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ വരുമ്പോൾ അടിയിൽ നിൽക്കണം. അപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ ബാലൻസ് വരുമ്പോൾ ഈ ജോയിൻ്റ് ഇല്ലാതെ നമുക്ക് ഈ ഭാഗത്തു നിന്ന് ലൈനിങ് സ്ലീവ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ എടുക്കാം. ഷോൾഡർ എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി എടുക്കുക. എനിക്ക് 14.5 ഷോൾഡർ വന്നേക്കുന്നത്. അപ്പോൾ 14.5 പകുതി 7.25 വരും. അപ്പോൾ 7.25 മാർക്ക് ചെയ്യുക. നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് ഷോൾഡറിൻ്റെ വ്യത്യാസം വരുന്നത്. 2 ഇഞ്ച് വരെ ബാക്ക് നെക്ക് ടേരിയാണ് ഞാൻ പറയുന്നത്. 2 ഇഞ്ച് വരെ ബാക്ക് നെക്ക് ഇറക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ എത്ര ഷോൾഡർ എടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. 2 ഇഞ്ച് കൂടുതലാണെങ്കിൽ പിന്നെ 1 ഇഞ്ചിന് 4 ഇഞ്ച് വീതം ഷോൾഡറിൻ്റെ വീതി കുറയ്ക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് 4 ഇഞ്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 ഇഞ്ച് കൂടുതൽ വന്നുകൊണ്ട് 2 ഇഞ്ച് വരെ നമുക്ക് വേണ്ട. അപ്പോൾ 2 ഇഞ്ച് അത് 2 ഇഞ്ചിൻ്റെ കൂടെ കുറയ്ക്കണം. അപ്പോൾ 1/2 ഇഞ്ച് കുറയ്ക്കുക. 7.25 വേണ്ടുന്നിടത്ത് 6.25 മാർക്ക് ചെയ്ത്. ഓക്കെ, അപ്പോൾ 4 ഇഞ്ച് വന്നുകൊണ്ടാണ് ഞാൻ 1/2 ഇഞ്ച് കുറച്ചത്. 2 ഇഞ്ചിന് നമുക്ക് വേണ്ട, കുറയ്ക്കണ്ട. മിനിമം 2 ഇഞ്ചിന് നമുക്ക് ഷോൾഡറിന് വ്യത്യാസം വരത്തില്ല. പക്ഷേ 2 ഇഞ്ച് കൂടിയാൽ 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് കുറയ്ക്കണം. ഇനി ഇവിടുന്ന് ഈ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമുക്ക് കൈക്കുഴി കിട്ടിയേക്കുന്നത് ഞാൻ എടുക്കാൻ പോകുന്നത് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് നമ്മൾ എടുത്ത ഭാഗത്ത് 6 കൊണ്ടോന്ന് ഉറപ്പിക്കുക. കറക്റ്റാക്കണേ. എന്നിട്ട് നമുക്ക് ഇതിനെ അങ്ങനെ പ്ലാൻ ചെയ്യാം. ഇവിടുന്ന് വേണം വണ്ണം കാണാൻ. കൈക്കുഴി എടുത്ത ഭാഗത്ത് നിന്ന് വണ്ണം എടുക്കുക. വണ്ണം വന്നേക്കുന്നത് 41 ആണ്. അപ്പം 41ൻ്റെ 4 10.25 വരും കേട്ടോ. 10.25 മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് 6.5 പകുതി എത്ര 3.25 മാർക്ക് ചെയ്യുക. അവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഷേപ്പ് എടുക്കാം. ഓക്കെ, ആംകോൾ കർവ് ഉണ്ടെങ്കിൽ ആംകോൾ കർവ് വെച്ച് ഇതേപോലെ നമുക്ക് ഷേപ്പ് എടുക്കാം. ബ്രഷ് ഷേപ്പ് എടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ആംകോൾ കർവ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഷേപ്പ് എടുക്കാം. ആംകോൾ കർവ് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കൈക്കുഴി എടുത്ത അളവ് എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി മാർക്ക് ചെയ്തതിന് ശേഷം വണ്ണം നമ്മുടെ ചെസ്റ്റ് വണ്ണം 4/1 മാർക്ക് ചെയ്ത ശേഷം ആ കോർണറിൽ നിന്ന് ഇവിടെയില്ലേ ഈ എൽ ഷേപ്പില്ലേ അവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. അത് ഇത് ഉള്ളവർക്കാണെങ്കിൽ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പകുതി മാർക്ക് ചെയ്തെടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ലെവലിൽ കൂടെ ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാം കറക്റ്റായിരിക്കും കേട്ടോ. ഓക്കെ,
ഇനി വേസ്റ്റ് ലെന്ത് നമ്മുടെ ഷോൾഡർ മുതൽ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് വന്നേക്കുന്നത് 14.5. 14 വേണ്ട, 1 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നതിന് പോകും. അപ്പോൾ 14.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുത്തെ വണ്ണം കാണണം. അവിടുത്തെ വണ്ണം എനിക്ക് കിട്ടിയിരിക്കുന്നത് 39. 39ൻ്റെ 4 ഭാഗം 9.25 വരെ. അത് കഴിഞ്ഞതിന് ശേഷം അത് മാർക്ക് ചെയ്തേ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം സ്ലിറ്റിൻ്റെ ലെന്ത് നോക്കണം. ഹിപ്പ് ഭാഗത്തെ ലെന്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് 23. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ തന്നെ നോക്കണം. അപ്പോൾ സീറ്റ് ഭാഗത്തെ ലെന്താണ് ഈ സ്ലിറ്റ് ലെന്ത് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ശരീരത്തെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗമാണ്. സീറ്റ് ഭാഗത്തെ ലെന്ത് എനിക്ക് വന്നിരിക്കുന്നത് 23 വരെ ആണ് അതിൻ്റെ സ്ലിറ്റിൻ്റെ ലെന്ത് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അവിടുത്തെ വണ്ണം നോക്കണം. 48 50 വന്നേക്കുന്നത്. 48 50. 50ൻ്റെ 4 ഭാഗം 12.5. ഓക്കെ, 12.5 മാർക്ക് ചെയ്തതിന് ശേഷം ഈ 12.5യുടെ കൂടെ ഇവിടോട്ട് അടിയിലോട്ട് എടുക്കുമ്പോൾ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാം. ചിലർ 12 ഈ ഇവിടെ കിട്ടിയ വണ്ണം തന്നെ ഇവിടെ എടുക്കും, 12.5 തന്നെ എടുക്കും. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അടിയിൽ വീതി വേണമെന്നുള്ളത് 1-2 ഇഞ്ച് കൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് 12.5 വേണ്ടതെടുത്ത് 13.5 എടുത്തു. ഇനി നമുക്കിത് യോജിപ്പിക്കാം. എന്നിട്ട് ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിലോട്ട്, വേസ്റ്റിൽ നിന്ന് ഹിപ്പിലോട്ട്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം താഴോട്ട് ലെന്തിലോട്ട് നമുക്ക് യോജിപ്പിക്കാം. ഇനി ഇവിടെ തയ്യൽ തുമ്പ് കൊടുക്കാൻ പോകുന്നത് 1.5 ഇഞ്ച്. ഇത് സ്കെയിൽ വെച്ച് അങ്ങ് വരച്ചാലും മതി കേട്ടോ. കറക്റ്റ് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടാവും. 3/4 ഇഞ്ചോ 1 ഇഞ്ച് ഇടാവും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് തയ്ക്കാൻ സ്ലിറ്റിൻ്റെ ഭാഗത്ത് മടക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അത് വൃത്തി ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നമുക്ക് 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഷേപ്പിൽ, ഈ ഷേപ്പ് എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ സൈഡിൽ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി. ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്കെയിലില്ലാത്തവർക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ഷേപ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാം. അതിന് മുന്നേ സ്ലീവിന് ആംഹോൾ റൗണ്ട് എത്ര നമുക്ക് കിട്ടിയതെന്ന് നോക്കണം. എനിക്ക് 17 വേണ്ടത്. 17 കറക്റ്റാണ് വന്നേക്കുന്നത്. 1 ഇഞ്ച് ലൂസ് കൂടെ വേണം. അപ്പോൾ 18. നമ്മളിത് ചെയ്തതിന് ശേഷം നോക്കണം 18-ന് നമുക്ക് 9 ഉണ്ടോയെന്ന്. വേണ്ട, കറക്റ്റ് 9 ഉണ്ട്. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് ലൈൻ എടുക്കാവും കേട്ടോ. താഴോട്ടുള്ള വേസ്റ്റ് ഭാഗത്ത് ഈ കൈക്കുഴി മാർക്ക് ചെയ്തതിന് ശേഷം ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഇത് ഷേപ്പ് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ആംഹോൾ റൗണ്ട് എത്ര നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ട് ഇത് കറക്റ്റ് ആവുന്നു എന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള അടയാളപ്പെടുത്താവും. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ആംഹോൾ റൗണ്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഈ കൈക്കുഴിയുടെ ലെന്ത് കൂടിയും കുറഞ്ഞൊക്കെ പോവും. അത് കറക്റ്റ് ആക്കണം കേട്ടോ. കുറവാണെങ്കിൽ താഴ്ചയെടുക്കണം. ഇപ്പോൾ നമുക്ക് ഇവിടെ 9 കിട്ടിയില്ലെങ്കിൽ അടുത്ത സംഖ്യ എടുക്കണം. അപ്പോൾ ഞാൻ 6.5 എടുത്ത് 7 എടുത്ത് നോക്കണം. അപ്പോൾ കൂടുതലാണെങ്കിൽ മുകളിലോട്ട് കുറയ്ക്കണം. അങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്യാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് കൂടെ വന്ന് കൈക്കുഴന്ന് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സ്ലീവിൻ്റെ ആംഹോൾ റൗണ്ട് കണ്ട, എന്നിട്ട് ലൂസ്. എന്നിട്ട് നമുക്ക്
ഇവിടെ 1 ഇഞ്ച് ഇടാവും കേട്ടോ. 1 ഇഞ്ചോ 3/4 ഇഞ്ചോ ഇട്ടാൽ മതി. ഞാനൊരു 3/4 ഇട്ടിട്ടുള്ളൂ. തെച്ച് വരുമ്പോൾ അന്നേരം നമുക്ക് ഇവിടെ കൊണ്ട് കറക്റ്റായിട്ട് ഇടാം. അല്ലെങ്കിൽ ഇവിടെ പൊള്ളിച്ച് ഷേപ്പ് ഉണ്ടാവില്ല. ഈ സ്ലിറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇവിടെയാണ് നമ്മുടെ കട്ടിങ് വന്നേക്കുന്നത്. ഇവിടുന്ന് തയ്ച്ച് വരുമ്പോൾ ഇവിടെ കൊണ്ട് കെട്ടിട്ട് നിർത്തണം. വേസ്റ്റ് ഭാഗത്ത് വണ്ണത്തിൻ്റെ അവിടെ ഒരു കട്ട് കൊടുക്കണം. ചെസ്റ്റ് ഭാഗത്ത് ഒരു കട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു കട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. സ്ലീവിന് നമുക്ക് ലൈനിങ് തികയത്തില്ല കേട്ടോ. അവർക്ക് 3/4 സ്ലീവ് വന്നേക്കുന്നത്. 16 ഇഞ്ച് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 9 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യുക. ലൈനിങ് ജോയിൻ്റ് ചെയ്തെടുക്കണം. ഈ കിട്ടുന്ന കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഇത് ജോയിൻ ചെയ്ത് ലെന്ത് കൂട്ടണം കേട്ടോ. ഇനി മെയിൻ പീസ് നമുക്ക് എടുക്കാം. മെയിൻ പീസ് എടുത്ത് നോക്കണം. അതിന് മുമ്പ് നോക്കിയിട്ട് നെക്കിൻ്റെ ഡിസൈൻ കണ്ടോ? നെക്കിൻ്റെ ഡിസൈൻ ഉണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഡിസൈൻ ആണെങ്കിൽ ആ ഡിസൈൻ മുകളിലോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഡിസൈൻ താഴോട്ട് പോകുന്ന ഡിസൈൻ ആണെങ്കിൽ അതൊക്കെ നോക്കണം. ഇതിൻ്റെ ഡിസൈൻ കണ്ടോ? ഈ പൂക്കളെല്ലാം താഴോട്ടും ഉണ്ട് മുകളിലോട്ടും ഉണ്ട്. നമുക്ക് അങ്ങനെ ഇട്ട് വേണമെങ്കിലും നോക്കാം. പിന്നെ ഇത് മാത്രം നോക്കിയാൽ മതി. ഇത് നെക്കിൻ്റെ ഭാഗത്തേ വരുള്ളൂ. ഇത് മുകളിലോട്ട് മാത്രമുള്ളതാണെങ്കിൽ അത് ആദ്യം ഫ്രണ്ട് വെട്ടിയെടുത്തതിന് ശേഷം വേണം ബാക്ക് വെട്ടിയെടുക്കാൻ. ഓക്കെ. ഇനി നമുക്കിത് നെക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നെക്കിൻ്റെ സൈഡാണ്. ഇത് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ മടക്കാൻ പറ്റത്തില്ല. നല്ല ഭാഗം ചേർത്ത് ഈ ഡിസൈൻ മുകളിൽ അല്ലെങ്കിൽ തിരിച്ചിട്ട് മടക്കിയാൽ ഡിസൈൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ച് മടക്കാം. കണ്ടോ? തിരിച്ച് നല്ല വശം ഇട്ട് വെട്ടുന്നത് കേട്ടോ, ഡിസൈൻ കാണാൻ വേണ്ടി. ഡിസൈൻ്റെ സെൻറ്റർ ഭാഗം ഇതും അതും കറക്റ്റാക്കി ഇങ്ങനെ വെക്കണം. കണ്ടോ? ഉള്ളു ഭാഗം രണ്ട് ഡിസൈൻ കറക്റ്റാണെന്ന് നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം അത് ലെവലാക്കി മടക്കാവും കേട്ടോ. ഒരു ഡിസൈൻ ചെയ്ത് വരുമ്പോൾ ചിലപ്പം ഇത് സെൻറ്റർ ആവില്ല. നമ്മൾ തുണിയുടെ സെൻറ്ററിലല്ലായിരിക്കും മടക്കി വെക്കുന്നത്. അപ്പം നമ്മൾ ലൈനിങ് വെട്ടിയത് വെറുതെ ഇട്ടങ്ങ് വെട്ടരുത്. ഈ ഡിസൈൻ്റെ സെൻറ്റർ ഈ പൂക്കളുടെ അല്ലേ നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻ്റെ സെൻറ്റർ ഇതെല്ലാം കറക്റ്റാണോ എന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ലൈനിങ് വെട്ടിയല്ലോ, അതെടുത്ത് ഇതിൽ വെക്കണം. ആദ്യം ഫ്രണ്ട് ഭാഗം വെട്ടിയെടുക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 44 ഇഞ്ച് ഇറക്കമാണ്. അതിനേക്കാൾ ഞാൻ 2 ഇഞ്ച് ലൈനിങ്ങിൽ കുറയ്ക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം മെയിൻ പീസിൽ വെട്ടുമ്പം ആ 44 തന്നെ എടുക്കണം. പിന്നെ അടിമടക്കി തയ്ക്കാൻ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഓക്കെ. അപ്പം 44 1.5 കൂടെ വരുമ്പോൾ 43.5. സോറി 45. 42 44 എനിക്ക് വേണ്ടത്. പിന്നെ 1.5 കൂടെ കൂട്ടി 45. ഓക്കെ. ഇനി ഇത് നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം.
മെയിൻ പീസ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ലൈനിങ്ങിൽ ഇതിനേക്കാളും പിന്നെ വേണ്ടുന്ന ഇറക്കം നമുക്ക് കറക്റ്റാക്കിയിട്ട് കട്ട് ചെയ്യാം. എനിക്കിവിടെ 44 വേണ്ട, 45 മാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ അതിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതങ്ങ് മടക്കി വെക്കാം. ഇത്രയും കട്ട് ചെയ്ത് കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതിങ്ങനെ വെച്ചതിന് ശേഷം 1/2 ഇഞ്ച് കൈക്കുട ഭാഗം കട്ട് ചെയ്യും, എടുത്ത് വെട്ടും. അത് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഈ ചെസ്റ്റാണ് അത് ഇവിടെ മാറ്റിയതിന് ശേഷം ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഷേപ്പ് ഇടാം. കണ്ടോ, ഇങ്ങനെ ഇത്രയും എടുത്ത് മാറ്റും. അതായത് ഇവിടുന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി, ഷോൾഡറിൻ്റെ ഇവിടുന്ന് നമ്മൾ ജോയിൻറ്റ് ചെയ്തെല്ലാം കൂടെ ചേർത്ത് ഇവിടെ മാറ്റി 1/2 ഇഞ്ച് മാറ്റി. എന്നിട്ട് ഇതിനെ നമ്മളിവിടെ 1.5 എടുത്തില്ലേ, അവിടെ 1 ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കളത്തുകളെ. മനസ്സിലായല്ലോ. ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഡിസൈൻ ഉണ്ടായത്, ഫ്രണ്ടിന് നെക്കിൽ ഡിസൈൻ ഉണ്ടായാലും നമുക്ക് ഫ്രണ്ടാണെന്ന് അറിയാം. എല്ലാം പ്ലെയിൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടിട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ടിത് മാറ്റി വെക്കാം. അപ്പോൾ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്തു. ബാക്ക് പീസ് കട്ട് ചെയ്യാൻ നേരം നമ്മൾ മെയിൻ പീസ് എടുത്തിട്ട് കറക്റ്റ് നമുക്ക് വേണ്ടുന്ന ഭാഗത്ത് ലൈനിങ്ങിൻ്റെ നമ്മളെടുത്ത വണ്ണം ഉണ്ടല്ലോ, ഏറ്റവും കൂടിയ വണ്ണം ഭാഗത്ത് വണ്ണം ഇതല്ലേ, അടിഭാഗത്ത് വണ്ണം, ആ വീതിക്ക് തുണി മടക്കിയിടാവും കേട്ടോ. എന്നിട്ട് ഈ ബാലൻസിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ രീതിക്ക് തുണി മടക്കിയിടണം. ഇവിടുന്നാണ് നമുക്ക് സ്ലീവ് പോകുന്നത്. കറക്റ്റ് ഞാൻ ആക്കിയതിന് ശേഷം ഈ വണ്ണവും ഈ വീതിയും ഇതിൻ്റെ വീതിയും കറക്റ്റായിരിക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. 45 നമ്മളെടുത്ത്. ഇപ്പോൾ 45 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ആ വീതിയിൽ നിന്ന് ഈ ബാലൻസ് വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ കൈ. നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തു, ലൈനിങ് കൂടി ചേർത്ത് മടക്കി വെച്ചു. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തത് ചേർത്ത് വെച്ചിട്ട് മടക്കി വെക്കണം. അപ്പം ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. ഇനി നമുക്കെന്താ വേണ്ട, സ്ലീവിൽ നമുക്ക് ഈ തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയുള്ള തുണിയിലൊന്നും കറക്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതനുസരിച്ച് നോക്കണം. എൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞത് താഴോട്ടും മുകളിലോട്ടും ഇതിൻ്റെ ഡിസൈൻ
പൂക്കൾ പോവുകയാണെങ്കിൽ അത് നോക്കി വേണം തുണി മടക്കിയിടുക. ഇത് രണ്ടും കറക്റ്റ് ഒരേ ബാക്കിലോട്ടും അടിയിലോട്ടും ഫ്രണ്ടിലോട്ടും ഒരേപോലെ തലകീഴായിട്ട് ഇങ്ങനെ ഡിസൈൻ കിടപ്പുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും നോക്കാനില്ല. മുകളിലോട്ട് പൂക്കളുടെ പോവുകയാണെങ്കിൽ അതനുസരിച്ച് തുണി മടക്കിയിടാവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് വെട്ടാം. സ്ലീവ് വെട്ടുമ്പോൾ ഇറക്കത്തോടുകൂടി ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. എത്ര വന്നേക്കുന്നത്? 16 ഇഞ്ചാണ് സ്ലീവ് വന്നേക്കുന്നത്. അപ്പോൾ 17 എടുക്കണം. സ്ലീവിൻ്റെ ലെന്ത് വന്നേക്കുന്നത് 16ആണ്. 17 എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഈ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടുള്ള ഈ ഭാഗം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ജോയിൻറ്റ് ചെയ്ത് വണ്ണം കൂട്ടണം കേട്ടോ. 17 എടുത്തതിന് ശേഷം എനിക്കിവിടെ കിട്ടേണ്ടത് എത്ര? 18, 9. ഇങ്ങനെ നമുക്ക് 18 കിട്ടുന്നു. 9ആണ് വേണ്ട. 1.5 ഇഞ്ച് തയ്യത്തുണ്ട്. അപ്പോൾ 10.5. 9 മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഡിസൈനകത്ത് നിങ്ങൾക്ക് അധികം കാണാൻ പറ്റത്തില്ല. അതുണ്ടോ വേറെ സ്ലീവിൻ്റെ കട്ടിങ് സെപ്പറേറ്റ് ഒരു ദിവസം കാണിച്ചു തരാം. അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് എടുക്കണം. ഇങ്ങനെ വരുമ്പം പേപ്പർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് ആ ഷേപ്പിൽ വേണമല്ലോ. കണ്ടോ, 16ആണ്. 17, 9ആണ് നമുക്കിവിടെ വേണ്ട. ഹോൾ റൗണ്ട് 18അല്ലേ? അപ്പോൾ 9. പിന്നെ തയ്യൽ തുമ്പ് 1.5. അപ്പോൾ ഇതിങ്ങനെ ഷേപ്പ് എടുക്കുക. ഇത് നമ്മൾ ജോയിൻ ചെയ്ത് വണ്ണം കൂട്ടണം. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? സ്ലീവ് ചെയ്തു, ബോഡി പാർട്ടും കട്ട് ചെയ്തു. സ്ലീവിൻ്റെ മനസ്സിലാക്കാൻ പാടില്ല. തുണി ഇല്ലാതുകൊണ്ട് ഞാനിങ്ങനെ ജോയിൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സ്ലീവിൻ്റെ ഈ തുണി നമുക്ക് കാണത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത്. വിറ്റ് കിട്ടുമ്പോൾ തുണി ലൈനിങ് ഇത് കിട്ടുമ്പോൾ വിറ്റ് കിട്ടുമ്പോൾ ചുരിദാറിൻ്റെ സെറ്റ് കിട്ടുമ്പോൾ സെറ്റായിട്ട് നമ്മൾ തുണി വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വണ്ണം ഉള്ളവർക്ക് വെട്ടുമ്പോൾ നമുക്ക് സ്ലീവിനൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റിച്ചിങ് വീഡിയോ ആണെന്നൊരു പറയണം കേട്ടോ. കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.